നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ഓരോ കോച്ചുമാർ വരുമ്പോഴും ഓരോ ടീമിൻ്റെയും പ്ലേയിങ് സ്റ്റൈലിൽ മാറ്റമുണ്ടാവുക സ്വാഭാവികമാണ്. അതിപ്പോൾ ഏത് രാജ്യത്തിൻ്റെ ടീം എടുത്താലും ക്ലബിൻ്റെ ടീം എടുത്താലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇവാൻ വുക്കുമനോവിച്ചിൻ്റെ ശൈലിയല്ല മിക്കായൽ സ്റ്റെയറയ്ക്കുള്ളത്. ഇപ്പോൾ മിക്കായൽ സ്റ്റെയറയോട് ചോദിക്കുന്നു, എന്ത് മാറ്റമാണ് ടീമിൻ്റെ പ്ലേയിങ് സ്റ്റൈലിൽ നിങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്, എന്താണ് വരുത്തിയിരിക്കുന്നത്? ഇന്ത്യൻ എക്സ്പ്രസ്സിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം വിശദമായിട്ട് കാര്യം പറയുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയിങ് സ്റ്റൈലിൽ അദ്ദേഹം വരുത്തിയ മാറ്റം എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ഫിലോസഫി എന്താണ് എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ടീം വിത്ത് ഇൻറ്റൻസിറ്റി കളിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇൻറ്റൻസായിട്ട് കളിക്കുക, ഓൾസോ വിത്ത് അഗ്രഷൻ. ഈ ഒരു രീതിയിൽ കളിച്ചാൽ നമുക്ക് ഈസിലി പ്രസ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ബോൾ പൊസിഷനും പ്രസ്സിങ്ങും തമ്മിൽ അവിടെ ഒരു ലിങ്കുണ്ട്. നമുക്ക് ബോൾ ഹയർ അപ്പ് ദി ഫീൽഡിൽ കീപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പ്രസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഞങ്ങളുടെ പ്രീ സീസൺ ഗെയിമുകൾ നോക്കുക, ഞങ്ങൾ ഒരുപാട് ഗോളുകൾ നേടിയിരുന്നു. അതിൽ പല ഗോളുകളും വന്നത് ഹൈ പ്രസ്സിങ്ങിലൂടെയാണ്. ഓൾസോ നമുക്ക് ബോൾ നഷ്ടപ്പെടുന്ന ഘട്ടത്തിൽ ആ സമയത്ത് നമ്മൾ ഡിഫൻസിലേക്ക് വളരെയധികം വലിയേണ്ടതില്ല. ബോൾ ഓൾറെഡി ഹയർ അപ്പ് ദി ഫീൽഡിലാണ് ഉള്ളതെങ്കിൽ നമുക്ക് അങ്ങനെ വല്ലാതെ വലിയേണ്ടി വരില്ല. സോ ഹൈ പ്രസ്സിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ബോൾ പൊസിഷൻസ് നമുക്ക് ഹയർ അപ്പിൽ ഉണ്ടാവുകയും ചെയ്യണം. അതാണ് എൻ്റെ ഒരു രീതി. ദാറ്റ്സ് മൈ സ്റ്റൈൽ. ഇപ്പോൾ അത് എല്ലാ പ്ലെയേഴ്സിനും ആ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അതിന് നമുക്ക് ക്വാളിറ്റി പ്ലെയേഴ്സ് വേണം. അഡ്രിയാനെ പോലെ, വിപിനെ പോലെയുള്ള താരങ്ങൾ അതിന് സഹായകരമാകും. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് വീണ്ടും, അപ്പോൾ ഈ ഒരു ഫിലോസഫിയിലേക്ക് പ്ലെയേഴ്സ് എങ്ങനെ അഡാപ്റ്റ് ആവുന്നു എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അതിലുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി, എല്ലാ പ്ലെയേഴ്സും ബോൾ ഹയറപ്പിൽ കീപ്പ് ചെയ്യണം എന്നുള്ളതിൽ അഗ്രി ചെയ്യുന്നുണ്ട്. അത് കാര്യങ്ങൾ കുറച്ചുകൂടി എല്ലാവർക്കും എളുപ്പമാക്കും. ഇപ്പോൾ ഡിഫെൻഡിങ്ങിൻ്റെ സമയത്ത്, അറ്റാക്കിങ്ങിൻ്റെ സമയത്തൊക്കെ അത് ഗുണകരമാവും, എളുപ്പമാവും. സോ താരങ്ങളത് കൺവിൻസ് ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമായിരുന്നു. ഒരു 10-15 കൊല്ലം മുമ്പൊക്കെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പൊസിഷൻ ഉള്ളപ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യുക, ഇല്ലാത്ത സമയത്ത് ഡിഫെൻഡ് ചെയ്യുക. ഇതായിരുന്നു 10-15 വർഷം മുമ്പുണ്ടായിരുന്ന ഫുട്ബോളെങ്കിൽ ഇപ്പോൾ ഫുട്ബോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വിത്ത് ദി ബോളുള്ള സമയത്തും ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. ബോൾ നമ്മൾ റീറ്റെയിൻ ചെയ്തെടുക്കുക, അങ്ങനെ ഓപ്പണൻസിൻ്റെ എനർജി നമ്മൾ അങ്ങനെ ഡ്രെയിൻ ചെയ്യുക. നോക്കുക, നമ്മളെ കാലിലാണ് ബോൾ, അവർക്ക് ബോൾ ലഭിക്കുന്നില്ലെങ്കിൽ ബോളിന് അവർ ചേസ് ചെയ്യേണ്ടി വരും. അത് മെൻ്റലി ആൻഡ് ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ജോബാണ്. അതുകൊണ്ട് തന്നെയാണ് ബോൾ നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ ഗെയിമിനെ വളരെ മികച്ച രൂപത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. സോ ഇറ്റ്സ് എ ഫൈൻ ലൈൻ, ദി പ്ലെയേഴ്സ് ഗെറ്റ് ദാറ്റ് എന്നാണ് ഇപ്പോൾ മിക്കായൽ സ്റ്റെയർ പറയുന്നത്. ഏതായാലും വളരെ ഇൻറ്റൻസീവായിട്ട്, അഗ്രസീവായിട്ട് കളിക്കാൻ ആഗ്രഹിക്കുന്ന, ഹൈ പ്രസ്സിങ് ആഗ്രഹിക്കുന്ന ഒരു കോച്ചാണ് മിക്കായൽ സ്റ്റെയർ എന്നുള്ളത് ഈ വാക്കിൽ നിന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ മത്സരങ്ങൾ അത്തരത്തിലുള്ള സൂചനകൾ നൽകുന്നുമുണ്ട്. വരും മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ മികവോടെ കൂടുതൽ വിജയങ്ങളിലേക്ക് കടന്നു പോകാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.